Hello everyone, welcome back to Surya's Travel and Cooking World. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റമായ കിളിക്കൂടാണ്. ഇത് വളരെ ടേസ്റ്റിയും സിമ്പിളുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ കിളിക്കൂട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഓനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചിക്കനും പൊട്ടറ്റോയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ചിക്കൻ ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കിളിക്കൂടിനകത്ത് ഫില്ലിങ്ങിനായിട്ട് 2 മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കാം. അപ്പം മുട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തോല് പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് നമുക്കിത് ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന സവാള, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ആദ്യം പൊടിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ പൊട്ടറ്റോയും ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഓരോ എഗ്ഗും 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കിളിക്കൂട് തയ്യാറാക്കാനായിട്ടുള്ള ഫൈനൽ സ്റ്റേജിലാണിപ്പോൾ. ആദ്യം നമ്മൾ പൊട്ടറ്റോയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പുഴുങ്ങിയെടുത്ത 2 മുട്ട 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കിളിക്കൂട് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ചിക്കനും കൊണ്ടുള്ള മിക്സ് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിനുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എഗ്ഗിൻ്റെ പീസ് വെച്ച് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എഗ്ഗ് ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് അത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വെർമിസെല്ലൊന്ന് റോൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ വെർമിസെല്ലിൽ മുക്കിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ബാക്കിയുള്ളതും കൂടെ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിളിക്കൂട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ
പെട്ടെന്ന് വെർമിസെല്ല് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഫുള്ള് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്താണ്. പുറമേ ഉള്ള ആ ഒരു എഗ്ഗും വെർമിസെല്ലും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പം നമ്മുടെ വെർമിസെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സാണിത്. വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.